കോഴിക്കോട് താമരശ്ശേരിയിൽ ബൈക്കും സ്കൂട്ടറും കാറും തമ്മിൽ കൂട്ടിയിടിച്ച അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. അപകടത്തിന്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആകാശുണ്ട് വിവരങ്ങളുമായിട്ട്. ആകാശെ, ആർക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട്? അവരുടെ ആരോഗ്യാവസ്ഥ എന്താണ്? അമിത വേഗതയാണോ അപകടത്തിന് കാരണം? ഇന്ന് വൈകിട്ട് 6:45 ഈ പുതുപ്പാടി താമരശ്ശേരിയിൽ ഇടയിലുള്ള കൊങ്ങക്കാട് എന്ന് പറയുന്ന പള്ളിക്ക് സമീപം ഈ അപകടം ഉണ്ടാകുന്നത്. അപകടത്തിൽ 4 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. അതിൽ ഒരാൾക്ക് സാരമായി തന്നെ പരിക്കേറ്റു. വയനാട് സ്വദേശിനിയായിട്ടുള്ള ബൃന്ദയ്ക്കാണ് കാര്യമായി തന്നെ പരിക്കേറ്റിട്ടുള്ളത്. ഈ സംഭവം നടക്കുമ്പോൾ സ്ഥലത്ത് നേരിയ മഴയുണ്ടായിരുന്നു. കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. താമരശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് ഈ 2 ഇരുചക്ര വാഹനങ്ങളിലേക്കും ഇടിച്ചു കയറിയത്. നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഈ വാഹനം വേഗത്തിൽ വന്ന് പെട്ടെന്ന് എതിർദിശയിലേക്ക് വരികയും ഈ 2 ഇരുചക്ര വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. ആദ്യത്തെ ഇരുചക്ര വാഹനത്തിൽ ഇടിക്കുമ്പോൾ തന്നെ അതിന്റെ പിൻസീറ്റിൽ ഉണ്ടായിരുന്ന യുവതിയായിട്ടുള്ള വൃന്ദ എന്ന് പറയുന്ന യുവതിക്കാണ് സാരമായി തന്നെ പരിക്കേറ്റത്. നമുക്ക് ആ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ കാർ ഇടിച്ചു കയറുമ്പോൾ തന്നെ അവർ തെറിച്ച് റോട്ടിലേക്ക് വീഴുന്നുണ്ട്. ഇവർക്കാണ് സാരമായി പരിക്കേറ്റത്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടാതെ മറ്റൊരു വാഹനത്തിലും ഇടിച്ചിട്ടുണ്ട്. അതിൽ 2 പേർ സഞ്ചരിച്ചിരുന്നു. ആ 2 പേർക്കും ആദ്യം ഇടിച്ച ആ വാഹനത്തിലെ 2 പേർക്കും കൂടി ചേർന്ന് 4 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അതിൽ സാരമായി പരിക്കേറ്റിട്ടുള്ളത് ആദ്യ വണ്ടിയിലെ പിൻസീറ്റിൽ ഉണ്ടായിരുന്ന വൃന്ദ എന്ന് പറയുന്ന വയനാട് സ്വദേശിനിക്കാണ്. അവർ വയനാട് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് വരുമ്പോഴാണ് ഈ അപകടം ഉണ്ടായിരുന്നത്. ഈ സ്ഥലത്ത് നേരിയ മഴയുള്ളതിനാൽ തന്നെ വാഹനത്തിന്റെ ഈ കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു ഈ 2 ഇരുചക്ര വാഹനങ്ങളിലേക്കും ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ സ്ഥലത്ത് വലിയ രീതിയിൽ ഗതാഗത കുരുക്കുമുണ്ട്. ഏതായാലും നമുക്ക് ആ ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങളിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാവും. ഈ കാറിന്റെ അമിത വേഗതയും പെട്ടെന്ന് എതിർദിശയിലേക്ക് വന്നതുമാണ് ഈ അപകടത്തിന് ഇടയാക്കിയത്. ഏതായാലും നിലവിൽ സാരമായി പരിക്കേറ്റ വൃന്ദയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് താമരശ്ശേരിക്കും പുതുപ്പാടിക്കും ഇടയിലുള്ള കൊങ്ങക്കാട് പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ആനന്ദ്. ശരി ആകാശ, കോഴിക്കോട് നിന്നുള്ള ഞെട്ടിക്കുന്ന അപകടത്തിന്റെ ദൃശ്യങ്ങളാണ്